ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചേന കൊണ്ട് നമ്മളെല്ലാവരും ചാറ് വെക്കും, മെഴുക്കുവരട്ടി വെക്കും, തോരൻ വെക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ ഇന്ന് ഞാൻ ചേന കൊണ്ടൊരു ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചോറിനാനായിട്ട് വേറെ ഒരു കറിയും വേണ്ട, ഈ ചേന ഫ്രൈ ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചേന ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഇതേ ഒരു ചേനയുടെ ഒരു കഷ്ണം കൊണ്ട് നമുക്ക് അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ? നല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മൾ ബീഫൊക്കെ വറുത്ത് കോരി എടുക്കുകയല്ലേ, നല്ല ഡ്രൈ ആയിട്ടുള്ള അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് നമ്മൾ മെഴുക്കുവരട്ടിയല്ല, എന്നാൽ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു ചേന. അതിനിപ്പം ഫ്രൈ എന്ന് വേണേൽ പറയാം, ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയാം. ആ ഒരു രീതിക്കുള്ളൊരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചെത്തി കഴുകി തീരെ കനം കുറച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ ചൊറിയതുകൊണ്ട് ഇത് കൂടെ ഇട്ടിട്ട് വേണം നമുക്കിത് ചെത്തി കഴുകിയെടുക്കാനായിട്ട്. ഇതേ അങ്ങനെ നമ്മുടെ ചേന നല്ലപോലെ നമ്മൾ നീളത്തിലരിഞ്ഞ് നമ്മളിതേ ഒരു വെള്ളം വാർന്നു പോകാനുള്ള പാത്രത്തിനകത്താക്കി വെച്ചേക്കുവാണ്. ഇത് കഴുകിയതും എടുത്തതും എല്ലാം ഞാൻ സ്പൂൺ കൊണ്ടാണ്, എനിക്കല്ലാതെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൈ ചൊറിയുകൊണ്ട് ഞാനിങ്ങനെ വെള്ളം വാലാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, ഇനി നമ്മളിതിനകത്തിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ 65ൻ്റെ ഒരു 1/2 സ്പൂണ് മസാല. നമ്മളതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് എരിവുള്ള മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 സ്പൂൺ കോൺഫ്ലവർ, തീർന്നു വന്നു പിന്നെ അതങ്ങനെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം ഇത് കൈകൊണ്ട് ഇളക്കിയാൽ നല്ലപോലെ ഇളകിയിരിക്കും. ഞാൻ പക്ഷേ ചൊറിയുന്നതുകൊണ്ട് കൈകൊണ്ട് ഇളക്കിയല്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളിങ്ങനെയുള്ള പാത്രത്തിൽ വെക്കുവാണെങ്കിൽ ഈ വെള്ളം വാർന്നു പൊക്കോളുകയും ചെയ്യും. കൈകൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ഇച്ചിരി നല്ലപോലെ ഇത് പിടിക്കും. പക്ഷേ ചൊറിയുന്നവർക്കത് പറ്റിയല്ല. എനിക്ക് തൊട്ടപ്പോൾ തൊട്ട് ചൊറിച്ചില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ. ഇനി നമുക്ക് നോക്കണം ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. ഇല്ലെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുത്ത് ഇപ്പം തന്നെ അങ്ങ് ഇളക്കി നമുക്ക് വെക്കാതെ. നമുക്കൊരു സ്വല്പം ഉപ്പും കൂടെ ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്നെടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് പുരട്ടി ഒരു റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്കിനി ഒന്ന് വറുത്ത് കോരിയെടുക്കാനായിട്ട്. ഇതിലാണ് നമുക്കിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാവേ. ഇപ്പോൾ ഈ കോൺഫ്ലവർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കും. അങ്ങനെ നമ്മുടെ ചട്ടി തീയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒത്തിരി ഒന്നും വേണ്ട, കുറേശ്ശെ വറുത്ത് കോരിയെടുക്കാവേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ആദ്യം നമുക്ക് ഒരു സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, 2-3 പച്ചമുളക് ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സവോളയൊന്ന് ഇതിനകത്തിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാതെ. സവോള നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമുക്കൊന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇതെങ്ങനെ നമ്മുടെ സവോള ഏകദേശം ഒരു 3/4 മൂപ്പാകുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വെളുത്തുള്ളി ഈ പച്ചമുളകും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിങ്ങ് ഒന്നിച്ചിങ്ങ് വറുത്ത് കോരിയെടുക്കാതെ. എല്ലാം കൂടെ അതിൻ്റെ കൂടെ കിടന്ന് ഒന്നിച്ചിങ്ങ് അപ്പം വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ വറുത്ത് കോരിയെടുക്കാം.
ഇതിപ്പോൾ ആണെങ്കിൽ ഒന്നിച്ച് ഇങ്ങനെ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വറുത്ത് നമുക്ക് കോരിയിടും. ഇതെങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി. ഇനിയിപ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ വറുത്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റി വെക്കാതെ ഇതുണ്ട്. ഇത്രയും മൂപ്പിച്ച് നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ നമുക്ക് അവസാനം വേണമെങ്കിൽ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ആദ്യമേ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുണ്ട്, നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ നമ്മൾ വറുത്ത് കോരി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ചേന ഇട്ട് കൊടുക്കാവേ. നമുക്ക് ചേന ഒത്തിരി കുത്തി ഇടരുത്. 2-3 ട്രിപ്പായിട്ടാണെങ്കിലും വറുത്തെടുത്താൽ മതി. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് നമുക്കിതൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരിയെടുക്കും. ഇടുമ്പോഴേ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ചൂടായ എണ്ണയ്ക്കകത്തേക്കാണല്ലോ ഇടുന്നത്. അപ്പം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് നമ്മൾ ഈ ചിപ്സൊക്കെ വറുത്ത് കോരിയല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ ചിക്കൻ 65ഉം ചിപ്സും ഒക്കെ വറുത്തെടുക്കുന്നത് തന്നെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. പാകം മതി. ഈ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോരി മാറ്റിയെടുക്കുക. നമുക്ക് നമ്മളാ എടുത്ത് ഈ ഉള്ളി മുളകുമൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെ നമുക്കിത് എടുത്തിടാം. നമുക്കിത് ബാക്കി ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരി ആ എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി എണ്ണയ്ക്ക് ആവശ്യമില്ല. ഇത് നമുക്കതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാതെ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും നമ്മൾ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കറിവേപ്പില എല്ലാം കൂടെ വറുത്തിട്ടിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇതിനകത്തുണ്ട്. ഇതുണ്ട്, സവോളയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞങ്ങളിങ്ങനെ കോട്ടയത്ത് പോയിട്ട് വന്നപ്പോൾ അവിടെ ഒരു ആരിസൽക്കാരെ ചോറിനാനായിട്ട് കയറിയപ്പം ഈ സംഭവം കറി കൊണ്ടുവച്ചു. അപ്പോൾ ഇതെന്നാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചേനയാണ്, ഇതെങ്ങനെയാണ് വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നൊരു ഐഡിയ കേട്ടോ. ഇങ്ങനത്തെ ഇതിൻ്റെ കൂട്ടൊക്കെ അവർ തന്നെ പറഞ്ഞു തന്നാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.